പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ഇറ്റ്സ് വൺ സൈഡ് ഇൻ ഈച്ച് ഫിഗർ എന്നാണ്. 3 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ സ്ക്വയേഴ്സ് കാണുന്നുണ്ട്. ഈ സ്ക്വയേഴ്സിൻ്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കണം, കൂടാതെ അതിൻ്റെ വൺ സൈഡും കണ്ടുപിടിക്കണം. ആദ്യത്തെ ഫിഗർ നോക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ 1 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ആൾട്ടിറ്റ്യൂഡും ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ന്യൂസ് ആയിട്ട് വരുന്ന സൈഡ് 1 ബേസ് ആയിട്ടും 1 യൂണിറ്റ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ടും മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ. അതിന്റെ ഹൈപ്പോട്ന്യൂസ് 1 സൈഡ് ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ ആണ് വരച്ചിരിക്കുന്നത്. ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അതോടൊപ്പം ഈ സ്ക്വയറിന്റെ 1 സൈഡും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇവിടെ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. ഇതിന്റെ ഈ സൈഡിനെ നമുക്ക് എക്സ് വൈ എന്ന് എടുക്കാം. ഈ ഹൈപ്പോട്ന്യൂസ്, ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് എക്സും ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് വൈ എന്ന് എടുക്കാം. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എന്നുള്ള 1 ആണ്, 1 സ്ക്വയർ എന്നുള്ള 1 ആണ്. അപ്പൊ 1 പ്ലസ് 1 2 ആണ് എക്സ് സ്ക്വയർ. നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ദി സ്ക്വയർ ആണ്. അത് വൈ സ്ക്വയർ ആണ്. 1 സൈഡ് ഓഫ് ദി സ്ക്വയർ വൈ ആകുമ്പോൾ വൈ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിന്റെ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2. അപ്പോൾ 2 പ്ലസ് 1 3. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ 3 സ്ക്വയർ യൂണിറ്റ് ആണ്. അപ്പോൾ 1 സൈഡ് എന്തായിരിക്കും? അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. y is equal to √3 സെന്റിമീറ്റർ. 1 സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് √3 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ ഫിഗറിലേക്ക് പോവാം. രണ്ടാമത്തെ ഫിഗർ ഇതാണ്. 3 റൈറ്റ് ട്രയാങ്കിൾ കാണുന്നുണ്ട് അവിടെ. ഇവിടെ ബേസ് 1 ആൾട്ടിറ്റ്യൂഡ് 1, പിന്നെ ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് ബേസ് ആൾട്ടിറ്റ്യൂഡ് 1, ഈ ഹൈപ്പോട്ന്യൂസ് ബേസ് ആൾട്ടിറ്റ്യൂഡ് 1. അങ്ങനെ മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് 1 സൈഡ് ആയ സ്ക്വയർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ സൈഡ്സിന് നമുക്ക് എ ബി സി എന്ന് എടുക്കാം. ഹൈപ്പോട്ന്യൂസ് എ, ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് ബി, ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് സി. അപ്പൊ ആദ്യം ചെയ്ത പോലെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 2. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ബി സ്ക്വയറോ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇത് ഹൈപ്പോട്ട് ബേസും ഇത് ഹൈപ്പോട്ട് ബേസും ആകുമ്പോൾ ഇത് ഹൈപ്പോട്ന്യൂസ് ആണെന്ന് പറയുന്നത്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ആൻഡ് എ സ്ക്വയർ വി നോ ഇറ്റ് ഈസ് 2. അപ്പൊ 2 പ്ലസ് 1 ദാറ്റ് ഈസ് 3. 3 ആണ് ബി സ്ക്വയർ. നമുക്ക് വേണ്ടത് ഏതാ? സി സ്ക്വയർ ആണ്. ഏരിയ ഓഫ് ദി സ്ക്വയർ സി സ്ക്വയർ ആണ്. അപ്പൊ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. b square is 3, 1 square 1, അപ്പോൾ 3 plus 1 4. അപ്പോൾ c square is equal to 4. അതായത് ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ 4 ആകുമ്പോൾ 1 സൈഡ് എന്തായിരിക്കും? 4ന്റെ റൂട്ട്, ദാറ്റ് ഈസ് √4, ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ. √4 എന്ന് പറയുന്നത് √4 എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 സെന്റിമീറ്റർ ആണ് 1 സൈഡ്. ക്ലിയർ ആയാലോ? ഈ 2 എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഫ്രാക്ഷൻ തന്നെയാണ്. ഇവിടെ √3 എന്ന് പറയുന്നത് ന്യൂ നമ്പർ ആണ്. ഇത് ഫ്രാക്ഷൻ സാധാരണ √4 2 ആണ്. ഓക്കെ, അടുത്ത ഫിഗറിലേക്ക് പോയാലോ. അടുത്ത ഫിഗറിൽ വരുമ്പോൾ ബേസ് 1, ഹൈപ്പോട്ന്യൂസ് ആൾട്ടിറ്റ്യൂഡ് 1, ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ 2 3 4ാമത്തെ ട്രയാങ്കിൾ ആണ്. ഈ 4th ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് 1 സൈഡ് ആയിട്ട് വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ സൈഡ്സിന് നമുക്കൊന്ന് എടുക്കാം. എ ബി സി എന്ന് തന്നെ എടുക്കാം. എ ബി സി ഡി. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. കേട്ടോ, എ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിന്റെ സ്ക്വയറും ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂടി കൂട്ടുന്നതാണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2y. ഇനി ബി സ്ക്വയർ ഇട്ട് പോവാം. ബി സ്ക്വയർ വരുമ്പോഴോ എ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, എ സ്ക്വയർ ഈസ് 2. അപ്പോൾ 2 പ്ലസ് 1 3. അപ്പോൾ ബി സ്ക്വയർ 3 എന്ന് കിട്ടും. ബി സ്ക്വയർ 3. അപ്പോൾ ഇനി അടുത്തത് സി സ്ക്വയർ കണ്ടുപിടിക്കാം. സി സ്ക്വയർ എന്ന് പറയുമ്പോഴോ ബി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ആൻഡ് ബി സ്ക്വയർ ഈസ് 3.
1 സ്ക്വയർ 1 തന്നെ, 3 + 1 4. അപ്പോൾ സി സ്ക്വയർ 4 കിട്ടി. ഇവിടെ ചെയ്ത പോലെ തന്നെ സി സ്ക്വയർ 4. ഇനി ഡി സ്ക്വയർ ഇട്ട് പോവാം. ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് സി സ്ക്വയർ 4 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 4 + 1 ദാറ്റ് ഈസ് 5. അതായത് ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഡി വൺ സൈഡ് ആയിട്ട് വരുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ്. അതാണ് 5 കിട്ടിയത്. അപ്പോൾ ഏരിയ ഓഫ് ദിസ് സ്ക്വയർ ഈസ് 5 സ്ക്വയർ യൂണിറ്റ് ആൻഡ് വൺ സൈഡ് ഓഫ് ദിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു √5. അപ്പോൾ ഇതിന്റെ വൺ സൈഡ് √5 ആണ്. അപ്പോൾ √5 ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഇവിടെ 2 റാഷണൽ ആണ്. ഇത് √3 ഇറാഷണൽ ആണ്. അപ്പോൾ ഇങ്ങനെ 3 സ്ക്വയറിൻ്റെയും ഏരിയ കിട്ടി. അതുപോലെ തന്നെ വൺ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.